ഓം പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഗുരുദേവനും കോലത്തുകരയും ഈ വിഷയത്തിന്മേൽ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഗുരുചൈതന്യം നിറഞ്ഞ ഭവനം. കോലത്തുകര നിവാസിയായ ശ്രീമതി രാജലക്ഷ്മി അജയൻ പറയുന്നത് ഇപ്രകാരമാകുന്നു. കോലത്തുകര ക്ഷേത്രത്തിന് വടക്കുമാറി ആറ്റിൻകുഴി എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ആറ്റിൻകുഴി ദേവീക്ഷേത്രത്തിന് സമീപമായി വലിയ വീട് എന്ന ഭവനം. സ്വാമി തൃപ്പാദങ്ങൾ അവധൂതനായി നടന്ന കാലത്ത് അനേകം തവണ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. വളരെ പുരാതനമായ ഒരു കുടുംബം. വലിയ വീട്ടിലെ പൽപ്പു കാരണവരുമായി സ്വാമി തൃപ്പാദങ്ങൾ സൗഹൃദത്തിലായത് വേളിമലയിൽ തപസ്സനുഷ്ഠിച്ചിരുന്ന കാലത്തായിരുന്നു. ഈ സൗഹൃദം തൃപ്പാദങ്ങളെ അനേക ദിവസങ്ങളിൽ വലിയ വീട്ടിൽ വന്ന് താമസിക്കാൻ ഇടയാക്കി. പൽപ്പു കാരണവരും സ്വാമി തൃപ്പാദങ്ങളും ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പൽപ്പു കാരണവരുടെ സഹധർമ്മിണി മംഗളാവിലമ്മ കാച്ചിക്കൊടുത്ത പാൽ സ്വാമി വാങ്ങി 2 പാത്രത്തിലാക്കി 2 പേരും കുടിക്കുകയുണ്ടായി. അവർ തമ്മിൽ മാതൃപുത്ര നിർവിശേഷമായ സ്നേഹബന്ധമാണ് ഉണ്ടായിരുന്നത്. ഈ വലിയ വീട് കുടുംബത്തിന്റെ തെക്കേ മുറിയിൽ ദേവീ സാന്നിധ്യം നിലനിൽക്കുന്നു എന്ന് തൃപ്പാദങ്ങൾ അരുളി ചെയ്തു. ഈ വലിയ വീടിന് തൊട്ടടുത്തുള്ള ആറ്റിൻകുഴി വനദുർഗാ ദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് വലിയ വീട്ടിൽ നിന്നും ദീപം കൊണ്ടുചെല്ലുന്ന ചടങ്ങ് നടന്ന കാലം ഉണ്ടായിരുന്നു. ഇന്നും പതിവ് തെറ്റാതെ എണ്ണയും തിരിയും ഉത്സവം തുടങ്ങുന്ന ദിവസം കുടുംബത്തിലുള്ളവർ അവിടെ എത്തിക്കുന്നു. തൃപ്പാദങ്ങൾ കാട്ടിത്തന്ന ശാന്തതയുടെ പ്രതീകമായ ഭദ്രദേവിയുടെ ചൈതന്യം വിഗ്രഹമില്ലാതെ ഒരു വാളിനെ മാത്രം പൂജിക്കുന്ന വലിയ വീട് ഇന്ന് വലിയ വീട് ദേവീക്ഷേത്രം എന്നറിയപ്പെടുന്നു. എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ദീപാരാധനയ്ക്ക് നട തുറക്കുന്നു. കുടുംബക്കാരും വിശ്വാസികളും ചേർന്ന് പൊങ്കാല അർപ്പിക്കുന്നു. മേടമാസത്തിലെ 10ാം ഉദയ ദിവസം ഉത്സവ ദിവസമായി കൊണ്ടാടുന്നു. അന്നേ ദിവസം വിശേഷാൽ പൂജകളും സമൂഹ പൊങ്കാലയും നടത്തിവരുന്നു. ദേവീപൂജ നടത്തുന്ന മുറി അടച്ചുപൂട്ടില്ല. പൂജ കഴിയുന്ന ദിവസങ്ങളിൽ ഉമ്മറത്ത് കമ്പിയഴികൾ കൊണ്ടുണ്ടാക്കിയ രക്ഷാവലയം പൂട്ടി ഭദ്രമാക്കി ഇന്നത്തെ അവകാശികൾ പോകും. കുടുംബത്തിലുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും ക്ഷേത്രാങ്കണത്തിൽ കയറുവാനും നടയിൽ ദീപം തെളിയിക്കുവാനും പൊങ്കാല ഇടുവാനും അനുവാദമുണ്ട്. വലിയ വീട്ടി കുടുംബത്തിലെ അംഗമായ മാധവി അമ്മയുടെയും തൃപ്പാദങ്ങളുടെ തൃക്കരങ്ങളാൽ മുന്തിരിപ്പഴം നൽകി അത് കഴിക്കുവാൻ ഭാഗ്യമുണ്ടായ തോപ്പിൽ വീട്ടിൽ കേശവൻ മുതലാളിയുടെയും ചെറുമകളായി വലിയ വീട്ടിൽ കുടുംബത്തിലെ അംഗമായി ജനിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചത് മുജ്ജന്മ സുഹൃതം. തൃപ്പാദങ്ങളുടെ അനുഗ്രഹത്താലും ദേവീ കടാക്ഷത്താലും ഇന്ന് ഗുരുതൃപ്പാദങ്ങളെക്കുറിച്ച് അറിയാനും അറിയിക്കുവാനും നമുക്ക് കഴിയുന്നു. നമുക്ക് മുന്നിൽ ദിവ്യപ്രകാശമായി ആ പ്രകാശധാരയിൽ മുന്നേറുവാൻ ശക്തി പകർന്ന് നമുക്ക് വഴികാട്ടിയായി നിൽക്കുന്ന സ്വാമി തൃപ്പാദങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ 1 കോടി നമസ്കാരം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്നത്തെ ഈ അവതരണം ഇവിടെ സമാപ്തി കുറിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം.